ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളായി ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചത് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും ഏട്ടനും പൊണ്ണു ബാബിയും കൂടിയിട്ട് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവസാനം എന്താ ഉണ്ടായെന്ന് ഞാൻ അവസാനം നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ കോസറക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ പവർ എസൻസ് ആണ് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കണേ. പിന്നെ ഒരു അടിപൊളി കൺസീലർ കേട്ടോ. കൺസീലർ അവസാനം ഇട്ട് പോയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതാണെങ്കിൽ ഇങ്ങനെ അപ്ലിക്കേറ്റർ ആണെങ്കിൽ ഞാൻ യൂഷ്വലി അത് ഇങ്ങനെ നമ്മൾ ആ സ്പഞ്ചുമൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഈ പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോൾ ഒന്നും ഇല്ലല്ലോ, കുറഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തപ്പോൾ യൂഷ്വലി ഇത്ര അധികം പ്രൊഡക്റ്റ് വരാറില്ല. പിന്നെ ഞാനാണെങ്കിൽ വിചാരിച്ചു എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിട്ട് വരുമെന്ന്. ശരിക്കും കുറച്ച് നേരം ബ്ലെൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വരും. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ വന്നു. അപ്പം എനിക്ക് അങ്ങോട്ട് നാണം വന്നിട്ട് ശരിക്കൊരു പ്രേതം പോലെ ആയിരുന്നു കേട്ടോ, ഫുള്ള് ഈ ഇതായിട്ട്. അപ്പം ഇത്ര അധികം പ്രൊഡക്റ്റ് യൂഷ്വലി സാധാരണ എടുക്കണ്ട കേട്ടോ, കുറച്ച് പ്രൊഡക്റ്റ് എടുത്താൽ മതി. അപ്പം ഏട്ടൻ വന്നിട്ട് ഞാൻ പറയാം നോക്കല്ലേ എന്നെ നോക്കല്ലേ, അപ്പോൾ കാട്ടി താടി പറയണ്ട. അപ്പം ഇല്ല എന്നെ നോക്കല്ലേ ഏട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതാക്കായിരുന്നു കേട്ടോ. അപ്പം ഏട്ടൻ മുന്നേ കാട്ടി കൊടുത്തത് എങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് എന്നിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫുള്ള് ഭയങ്കരമായിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രൊഡക്ട്സ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുക. ഇതെനിക്കത് അറിയണതാണ്. എന്നിട്ടും ഞാൻ ഇങ്ങനെ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ കണ്ടോ ഓരോ പ്രശ്നങ്ങൾ കണ്ടോ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കുറച്ച് നമ്മുടെ ഐബ്രോസിലും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തു. പിന്നെ നമ്മൾ യൂഷ്വലി ചെയ്യണം, നമ്മൾ സാധാ ചെയ്യണം മേക്കപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇത് ചെയ്തു, അത് യൂസ് ചെയ്തു, ഇത് യൂസ് ചെയ്തു എന്ന് പറഞ്ഞേക്കാട്ടും നല്ലത് എന്തെങ്കിലും കഥ പോലെ പറയുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കേട്ടിരിക്കാനും രസമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോറടിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇത് സെയിം തന്നെ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി എന്തെങ്കിലും കഥ പോലെ ആയിട്ടാട്ടോ ഓരോ വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിക്കണേ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താണ് ലോങ് വീഡിയോസും കാര്യങ്ങളും അതുപോലെ തന്നെ ഷോർട്സിലും പുതിയ പുതിയ വീഡിയോസും ഒന്നും എന്താ പോസ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മ നാട്ടിലേക്ക് പോയേക്കാട്ടോ. അപ്പോൾ അവർ തിരിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ ആണെങ്കിൽ പൊണ്ണു ബാബീനെ നമ്മൾ ഇപ്പോൾ മുന്നൊക്കെ ആണെങ്കിൽ ഞാൻ പൊണ്ണു ബാബി ഇത്രയും കൂടി ചെറുതായിരുന്നല്ലോ. അപ്പോൾ എനിക്കൊന്ന് മറ്റേ മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഒരു കിഡ്സിൻ്റെ ഒരു പ്ലേ പെൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ടാണെങ്കിൽ എനിക്ക് സുഖമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം അങ്ങനെ പറ്റില്ല. നമ്മളെപ്പോഴും അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴാണ് കുറുമ്പ് കാട്ടാന്ന് അറിയില്ല. പിന്നെ വളരണ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, വളരണ പ്രായമല്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് ഇരിക്കണം. ഇപ്പം ഞാനിപ്പോൾ ഫുഡ് അവന് കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അത് പ്ലേറ്റും അതൊക്കെ കഴുകാൻ നിൽക്കണം. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ആ ടി വിയുടെ സ്റ്റാൻഡിന് മേലെ കയറി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് കണ്ണ് തെറ്റിയ ഓരോ വക കാട്ടായകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനിവിടെ ആകെ മെയിനായിട്ടുള്ള ഇപ്പം അച്ഛനും അമ്മയാണെങ്കിലും ഏട്ടനാണെങ്കിലും പറയുന്നത് നീ കുട്ടീനെ വാവേനെ നോക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ ഫുഡിൻ്റെ കാര്യങ്ങളും അതൊന്നും നോക്കണ്ട, വാവേനെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാവയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇതാക്കും. പിന്നെ ഏട്ടൻ ചോറ് വെച്ചൊരു ഏട്ടൻ നല്ല ഹെൽപ്പിംഗ് ആണ്. ഓഫീസ് വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പോൾ ഹാപ്പി ആയിട്ട് മുന്നേ എനിക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണ സമയത്ത് ഭയങ്കര ഫ്രസ്ട്രേഷനും ഭയങ്കര ടയേർഡായിരുന്നു. ഇപ്പം ഏട്ടനും കൂടി ഹെൽപ്പ് ചെയ്യണത് കൊണ്ട് എനിക്ക് അത്ര സ്ട്രെസ്സോ കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര സമാധാനം. അപ്പോൾ ഏട്ടൻ വരുമ്പോഴാണെങ്കിലും ഏട്ടനും നന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട്, പൊണ്ണു ബാബിനും നന്നായി നോക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ലൂസി പെണ്ണിനും നോക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പം ഇന്ന് ജസ്റ്റ് ഇപ്പോൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ച ഓണമൊക്കെ അല്ലേ. അപ്പോൾ ഓണമായിട്ട് നല്ല അടിപൊളി സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഞങ്ങൾ സദ്യ ഏട്ടൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യാം കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ എണീച്ചപ്പോൾ ഭയങ്കര വയറുവേദനയും അതുപോലെ തന്നെ ഭയങ്കര വയ്യായ്കയും പോലെയായിരുന്നു കേട്ടോ. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തില്ല. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ജസ്റ്റ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണോ അത് വീട്ടിൽ നിന്നിട്ട് ഓർഡർ ചെയ്ത് കഴിക്കണോ അങ്ങനെ ഉള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സദ്യയും കാര്യങ്ങളൊക്കെ കഴിക്കായിരുന്നു. അപ്പോൾ പിന്നെ ഏട്ടൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കാറിൻ്റെ കാര്യം എന്തോ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്നപ്പോൾ ആണെങ്കിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഇപ്പോൾ കുറവുണ്ട് നമുക്കാണെന്ന് പുറത്ത് പോവാം,
വീട്ടിൽ ഇരിക്കണേക്കാട്ടും നല്ലത്. അപ്പോൾ നമുക്ക് പുറത്ത് റെഡി ആയി പോകാമല്ലോ. അപ്പോൾ റെഡി ആയി പോകാൻ പറഞ്ഞാൽ തന്നെ എനിക്ക് പകുതി എൻ്റെ എല്ലാ വയ്യായികളും എന്ത് വയ്യായി ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ കേട്ടോ. ജസ്റ്റ് ഒന്ന് റെഡിയായി നല്ല ഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ ഫാമിലി ആയിട്ടൊന്ന് പോയാൽ തന്നെ ഒന്ന് പുറത്ത് ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള കാര്യങ്ങളും ഇതൊക്കെ കണ്ടാൽ തന്നെ മൈൻഡ് ഭയങ്കര ഹാപ്പിയായി. പിന്നെ അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ മറന്നുപോകും. ഇങ്ങനെയാട്ടോ. ഇതെന്താണെന്നറിയാം, കട്ട് ചെയ്ത് വോയിസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വോയിസ് ഓവർ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നൈസായിട്ട് ലോക്ക് ആവുക. അതുകൊണ്ടാട്ടോ ഇങ്ങനെ കട്ടായി പോണ വോയിസ്. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു പോവാന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്കറിയാം കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഫുഡ് കഴിക്കാം, പക്ഷേ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും എന്നറിയാം. അപ്പം ഞങ്ങളാണെങ്കിൽ അവിടെ പോയപ്പോഴാണെങ്കിൽ ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻ പോലെയുള്ള ഫങ്ഷൻസും കാര്യങ്ങളും കുറേ പേര് സാരിയും സെറ്റ് സാരിയും ഇങ്ങനെ ഓണം ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നേക്കാണ്. അപ്പോൾ ഞങ്ങൾ പോവാന്ന് വിചാരിച്ചില്ല. റെസ്റ്റോറൻറ്റിൽ നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക്, പറഞ്ഞാൽ ഭയങ്കര തിരക്ക് കേട്ടോ. ഏട്ടന് യൂഷ്വലി അങ്ങനെ ക്ഷമയൊന്നുമില്ല എന്ന് തന്നെ ചില കാര്യങ്ങളിൽ ഏട്ടന് അങ്ങനെ വലിയ ക്ഷമയൊന്നുമില്ല. അപ്പോൾ എനിക്ക് അത്ഭുതമായതെന്ന് വെച്ചിട്ട് ഏട്ടൻ പറഞ്ഞു നമുക്ക് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാം, കാരണം എനിക്ക് ഓണം സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ ഏട്ടനും ഇഷ്ടമാണ്. അപ്പോൾ ഭാവിയുണ്ട്. അപ്പോൾ ഏട്ടൻ നമുക്ക് കുറച്ച് നേരം വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് കഴിക്കാൻ പോവാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരി വെയിറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളും, പിന്നെ ഭയങ്കരമായിട്ട് വിശന്നു തുടങ്ങി. പിന്നെ ഞങ്ങൾ വേറെ റെസ്റ്റോറൻറ്റിൽ, പിന്നെ ഓണസദ്യ എന്നുള്ള സംഭവം അങ്ങനെ വിട്ട് കളഞ്ഞു. പിന്നെ നമുക്ക് വേറെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കാം എന്ന് ചോദിച്ചപ്പോൾ തൊട്ട് അതിൻ്റെ അടുത്ത് തന്നെ വേറെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഈ ഓണം സദ്യയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഭയങ്കര തിരക്കായിരുന്നേ. അപ്പോൾ നോർമലായിട്ടുള്ള ഫുഡും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉള്ളിടത്താണെങ്കിൽ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ മുകളിൽ നിന്ന് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അടിപൊളിയായിട്ട് ഡ്രാഗൺ ചിക്കനും അതുപോലെ തന്നെ ഏട്ടനാണെങ്കിൽ റൈസിൻ്റെ ഒരു ഐറ്റത്തിൽ കുറേ കറീസൊക്കെ ഉള്ള ഒരു ഐറ്റമും പിന്നെ ഗുലാബ് ജാമും ഡെസേർട്ടും പിന്നെ മാംഗോ ലസ്സിയും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഓണം വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയുള്ള. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുതിയ കുട്ടി വീഡിയോസായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ.